ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഷമീസാന കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിപ്പോർട്ടർ ടി വിയിലെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത കണ്ടിട്ടാണ് കേട്ടോ. ആ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞെട്ടി തരിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിപ്പോയൊരു സംഭവമാണ്. പക്ഷേ ഒരു അമ്മ എന്ന നിലയിൽ അതിനോട് പ്രതികരിക്കാതിരിക്കുന്നത് ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പ്രതികരിക്കാതിരിക്കും. ഇതിന് മുമ്പൊക്കെ എന്തേ പ്രതികരിച്ചില്ല വെച്ചാൽ നമ്മളെ ചാനൽ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല മനസ്സുകൊണ്ടും എപ്പോഴും അവരോട് വിരോധം വെച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇന്നിതാ വീണ്ടും ഒരു പെൺകുഞ്ഞ് പീഡനത്തിനിരയായിരിക്കുന്നു. അതും പെറ്റ വയറിൻ്റെ സമ്മതത്തോടെ, അല്ലേ? അവളെ പെറ്റ വയറെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പേറ്റുനോവ് അനുഭവിച്ച ഒരു അമ്മയാണെങ്കിൽ അവൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ കൂട്ടിക്കൊടുക്കൂല. കൂട്ടിക്കൊടുക്കുക എന്ന് തന്നെ പറയണം. അവളെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ വിറ്റവളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ആൺസുഹൃത്താണ് പോലും. ആൺസുഹൃത്തിനോടൊപ്പം റിസോർട്ടുകൾ താമസിച്ച് മകള് ഉറക്കത്തിൽ ഉപദ്രവിച്ചപ്പം പിറ്റേന്ന് പരാതി പറഞ്ഞപ്പം മകളെ ഭീഷണിപ്പെടുത്തിയ അമ്മ, ശരിക്കും അവളെ അമ്മയല്ല, അവളെ വിളിക്കേണ്ട പേര് മറ്റെന്തൊക്കെയാണ്. പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണെന്നുള്ളതൊന്നും എൻ്റേതടക്കം കുഞ്ഞുങ്ങളിത് കാണുമെന്നുള്ളതുകൊണ്ട് ഞാൻ പദങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ തനിക്കൊരു മകളുണ്ടെന്ന് ഒരു കാര്യമെങ്കിലും അമ്മ ഓർക്കണമായിരുന്നു. ശരീരം മാത്രം മോഹിച്ച് വരുന്ന ഒരു പുരുഷന് ഒരിക്കലും നമ്മളെ കുട്ടീനെ ഒരു കുഞ്ഞായിട്ട് കാണാൻ കഴിയില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. തെറ്റുകൾ സംഭവിച്ചേക്കാം, മനുഷ്യരാണ്. പക്ഷെ തിരുത്താൻ അവസരം കിട്ടുമ്പോൾ പെട്ടെന്ന് തിരുത്തുക. കാരണം നമ്മുടെ കയ്യിലും കുഞ്ഞുങ്ങളുണ്ടല്ലോ. നമ്മളെ ഉപയോഗിച്ച് മടുത്തു തുടങ്ങുമ്പോൾ അവരുടെ കണ്ണിൽ അടുത്ത ഇര നമ്മുടെ മക്കളാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും നേരത്തെ ഞാനൊരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾ പലപ്പോഴും എത്ര യൗവനത്തിലായാലും രണ്ടാം വിവാഹം കഴിക്കാൻ മടിക്കും. കാരണം പിന്നെ വരുന്ന പുരുഷൻ തൻ്റെ മക്കളെ ഏത് കണ്ണോടുകൂടിയാണ് കാണുക എന്നുള്ളത് ഒരമ്മക്ക് എപ്പോഴും ആദ്യമാണ്. എങ്ങനെ സാധിക്കുന്നു ഇത്, അല്ലേ? സ്വന്തം മകളെ നമുക്കൊക്കെ എന്താ തോന്നുക? നമ്മളെ കുഞ്ഞിനെ അനാവശ്യമായി നോക്കിയവനെ പോലും കൈ വെട്ടാൻ തോന്നും നമുക്ക്, അല്ലേ? അവനെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ തോന്നും നമുക്ക്. കാരണം നമ്മളെ കുഞ്ഞ് നമുക്ക് അത്രത്തോളം വലുതാണ്. അത് സ്വന്തം പിതാവിൻ്റെ അടുത്ത് നിന്നാലും സഹോദരന്മാരിൽ നിന്നാലൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു പ്രത്യേക അകലത്തിലും സംരക്ഷണത്തിലും നമ്മളെ മക്കളെ നമ്മൾ വളർത്തുക. നമ്മൾ പറയും പെൺകുട്ടികൾക്ക് എപ്പോഴും അരുതുകളല്ല, നമ്മളവരെ ആ ഒരു പരിധിയെക്കുറിച്ച് പഠിപ്പിക്കുക, നല്ലതിനെക്കുറിച്ചും ചീത്തയെക്കുറിച്ചും പഠിപ്പിക്കുക. ആളുകളുടെ സമീപനത്തിലെ മോശം സമീപനത്തെക്കുറിച്ചും നല്ല സമീപനത്തെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാക്കുക, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ഞാൻ എൻ്റെ മക്കളോട് തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുന്നൊരു ഉമ്മയാണ്. ഒരുപാട് ജനറേഷൻ ഗ്യാപ്പുണ്ട് ഞാനും കുട്ടികളും തമ്മിൽ. പക്ഷേ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. എൻ്റെ മകന് 13 വയസ്സായിട്ടുള്ളൂ, മോൾക്ക് 8 വയസ്സായിട്ടുള്ളൂ. പക്ഷേ രണ്ടാളോടും ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഉമ്മയാണ്. മകനോടാണ് കൂടുതൽ കാര്യങ്ങൾ പറയാറ്. കാരണം അവൻ കൗമാരത്തിലേക്ക് എത്തി. പല മാറ്റങ്ങളും അവൻ്റെ ശരീരത്തിലും അവൻ്റെ ചിന്തകളിലും പ്രവൃത്തികളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറയുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും തുറന്ന മനസ്സോടെ കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ അവൻ എന്നോടും വന്ന് പറയാറുണ്ട്. അവനക്ക് എന്ത് സംശയമായാലും ഒരു സുഹൃത്തിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണെങ്കിൽ പോലും അവൻ എന്നോടാണ് ആദ്യം ചോദിക്കുന്നത്. ഞാൻ അഭിമാനം കൊള്ളുന്നൊരമ്മയാണ്. ഇനി മകളോടായാലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇന്നതാണ്, എങ്ങനെ രീതിയിലാണ് എന്നുള്ളത്. അത് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ സുഹൃത്തിനെ മാത്രം പോരാ, ഈ അമ്മയെയും കേസിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം അവർ കൂട്ടുനിന്നതുകൊണ്ടാണല്ലോ, അവർ സൗകര്യം ഒരുക്കി കൊടുത്തതുകൊണ്ടാണല്ലോ ആ കുഞ്ഞ് ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്ന്, അല്ലേ? അതൊരു കുഞ്ഞല്ലേ, 7ാം ക്ലാസ്സിൽ 7ന്ന് 8ാം ക്ലാസ്സിലേക്ക് എത്തിയ ഒരു കുഞ്ഞാണത്. 12 വയസ്സുകാരി എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനോട് ഇത്രയും മോശമായിട്ട് പെരുമാറാൻ, ഇത്രയും ക്രൂരമായി പെരുമാറാൻ മനുഷ്യഹൃദയമുള്ള അവന് സാധിക്കൂല. അവൻ മനുഷ്യനല്ല, മനുഷ്യൻ്റെ ജന്മമുള്ള മറ്റെന്തോ ഹിംസ്ര ജന്തുവാണ് അവൻ. അതിനോടൊപ്പം കൂട്ടി വായിക്കാവുന്ന ഒരു സ്ത്രീ തന്നെയാണ് അവരും. അതുകൊണ്ട് ഇനിയെങ്കിലും ആ കുട്ടിക്ക് പിതാവുണ്ട് എന്നറിയുന്നു. പിതാവും അവരെ ബാക്കിയുള്ളവർ ആ കുഞ്ഞിനെ സംരക്ഷിക്കട്ടെ. നമ്മളെപ്പോഴും പറയാം അമ്മമാരുടെ അടുത്താണ് സുരക്ഷിതത്വം. ഇന്നത്തെ അമ്മമാർ എത്ര കണ്ട് നമ്മളെ മക്കളെ സംരക്ഷിക്കേണ്ട. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ
നമുക്കും ഒരു ആശങ്കയില്ലേ അല്ലേ? നമ്മുടെ കുട്ടികൾ ഒരു 5-10 ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എവിടെയെങ്കിലും പെട്ടുപോയാൽ ആ കുഞ്ഞ് നമ്മളെ കൺമുന്നിൽ എത്തുന്നവരെ നമുക്ക് ആദ്യമാണ് ബേജാറാണ് അല്ലേ? എന്നിട്ടാണ് സുഹൃത്തിനോടൊപ്പം ഒരു മുറിയിൽ 12 വയസ്സുകാരി മകളെ കൂട്ടി കിടന്നുറങ്ങാൻ പോയൊരമ്മ. അവർക്ക് തന്നെ പോയിക്കൂടെ? അതവരെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരു പുരുഷന് വേണോ വേണ്ടേ, അവരെ കൂടെ ഇടപഴകണോ ജീവിക്കണം എന്നൊക്കെ അവർ താല്പര്യമാണ്. പക്ഷെ അവരെ കൂടെ ഒരു പെൺകുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണോ? എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. കാരണം ഒരു 12 നമ്മൾക്ക് 4-5 വയസ്സുള്ള കുട്ടികളുടെ കൂടെ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ റൂമിൽ കിടക്കാൻ ലജ്ജയുള്ള നമ്മൾ ആണ് ഒരു അന്യപുരുഷൻ്റെ കൂടെ സ്വന്തം മകളെയും കൊണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ, അതും വയനാട് റിസോർട്ടിലേക്ക്. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് പലയിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു. സ്വന്തം അമ്മയോട് പരാതി പറഞ്ഞപ്പോൾ സുഹൃത്തിനോടൊപ്പം ചേർന്ന് നിന്നു അമ്മ. എത്ര നല്ല അമ്മ! എന്തായാലും ഈ വർഷത്തെ ഏറ്റവും നല്ല അമ്മക്കുള്ള അവാർഡ് വാങ്ങാൻ എല്ലാ അർഹതയും അവർക്കുണ്ട്. കാണുന്നിടത്തു നിന്ന് വെടിവെച്ച് കൊല്ലണം തോന്നും. അത്രമാത്രം ഹീനമായ പ്രവൃത്തിയല്ല അവർ ചെയ്തത്. വളരെ സങ്കടവും ദേഷ്യമൊക്കെ തോന്നുന്നു. എല്ലാ പ്രിയപ്പെട്ട അമ്മമാരോടും പറയാനുള്ളത്, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, നമ്മുടെ മക്കളെ നമ്മുടെ കൃഷ്ണമണിയെ പോലെ നമ്മൾ സൂക്ഷിക്കുക. എല്ലാ ഭാരവും ദൈവത്തിൽ അർപ്പിക്കുക. നമ്മളെ കുട്ടികളോട് നമ്മളെപ്പോഴും അവരെ നമ്മളൊരു നമ്മൾ കളിയിലൂടെയും തമാശയിലൂടെയും കഥകളിലൂടെയും കാര്യത്തിലൂടെ ഒക്കെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. നമ്മുടെ കൺവെട്ടത്തുനിന്ന് നമ്മളെ കുട്ടികൾ മാറിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്താ പറയുക, തൊട്ടടുത്ത വീട്ടിലൊക്കെ കളിച്ചോട്ടെ, കളിച്ച് വന്ന് കഴിയുമ്പോൾ നമ്മളെ കുട്ടിനോട് എന്താണ് ആരൊക്കെണ്ടായിരുന്നു കളിക്കാൻ, എന്തൊക്കെ കളിയാണ് കളിച്ചത്, എന്തൊക്കെയാണ് പറഞ്ഞത്, അവരെന്തൊക്കെ പറഞ്ഞു എന്നീ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അവർ കുഞ്ഞു മനസ്സിൽ കള്ളമില്ലാത്തതുകൊണ്ട് അവർ നമ്മളോടെല്ലാം തുറന്നു പറയും. അവിടുന്ന് എന്തേ തിന്ന്, അവിടുന്ന് എന്തേ കിട്ടി, ഓരെന്നെ ചീത്ത പറഞ്ഞു എന്നേക്കാൾ ഉപരി സ്നേഹത്തോടെ ചേർത്ത് നിർത്തി നമ്മളെല്ലാ കാര്യങ്ങളും ചോദിച്ചത്. സ്കൂളിൽ പോയി വന്നാലും കൂട്ടുകാരൊപ്പം കളിക്കാൻ പോയി വന്നാലും കഴിയുന്നതും അകന്ന ബന്ധത്തിലെ വീട്ടിലേക്കായാലും അടുത്ത ബന്ധത്തിലെ വീട്ടിലേക്കായാലും പണ്ടത്തെ പോലെ വിരുന്ന് പറഞ്ഞേക്കാതിരിക്കുക. നമ്മളെപ്പോഴും നമ്മളെ മക്കളെ നമ്മളോട് ചേർത്ത് പിടിക്കുക. അതാണ് ഏറ്റവും സുരക്ഷിതത്വം. അല്ലെങ്കിൽ നമുക്ക് അത്രയും വിശ്വസ്തയും സ്നേഹമുള്ള കുടുംബമായിരിക്കണം. നമുക്ക് നമ്മളെപ്പോലെ തന്നെ വിശ്വാസമുള്ളിടത്ത് മാത്രം നമ്മളെ മക്കളെ ഏൽപ്പിക്കുക. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് ആ വാർത്ത കേട്ടപ്പോൾ. എന്താ പറയുക, നിങ്ങളായിട്ട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് കേട്ടോ. ബൈ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.